നാട്ടുവിശേഷങ്ങളിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. പാലക്കാട് താലൂക്ക് NSS യൂണിയനിൽ നാളെ മുതൽ ആരംഭിക്കുന്ന സോൺ ലീഡേഴ്സ് മീറ്റ് ഭാരവാഹി സംഗമത്തിൻ്റെ ഉദ്ദേശ ലക്ഷ്യങ്ങളെക്കുറിച്ച് താലൂക്ക് യൂണിയൻ സെക്രട്ടറി N കൃഷ്ണകുമാർ നാട്ടുവിശേഷങ്ങളുമായി പങ്കുവയ്ക്കുന്നു. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ നമുക്ക് കേൾക്കാം. പാലക്കാട് താലൂക്ക് യൂണിയനിലെ 92 കരയോഗങ്ങളെ 4 മേഖലകളാക്കി തിരിച്ചുകൊണ്ട് ആ കരയോഗത്തിൻ്റെ ഭാരവാഹികളെയും വനിതാ സമാജത്തിൻ്റെ ഭാരവാഹികളെയും പങ്കെടുപ്പിച്ചുകൊണ്ട് സോൺ ലീഡേഴ്സ് മീറ്റ് നാളെ ആരംഭിക്കുകയാണ്. സോൺ ലീഡേഴ്സ് മീറ്റ് ഭാരവാഹി സംഗമം നാളെ രാവിലെ 10 മണിക്ക് വലിയപാടം കരയോഗത്തിലും ഉച്ചയ്ക്ക് 3:30 എഴക്കാട് കരയോഗത്തിലും 21-ാം തീയതി ശനിയാഴ്ച രാവിലെ എടത്തറ കരയോഗത്തിലും ഉച്ചയ്ക്ക് 3:30 കുന്നത്തുറുമേട് കരയോഗത്തിലും വെച്ച് ഭാരവാഹി സംഗമം നടക്കുകയാണ്. ഈ ഭാരവാഹി സംഗമത്തിൻ്റെ പ്രധാനപ്പെട്ട ഉദ്ദേശ ലക്ഷ്യങ്ങൾ: ഒന്ന്, എല്ലാ വർഷവും സ്വീകരിക്കുന്ന ജന്മനക്ഷത്ര കാണിക്കയുടെ ശേഖരണം ഈ ഭാരവാഹി സംഗമത്തിൽ വെച്ച് നടക്കുകയാണ്. ഇതൊരു പിരിവല്ല. ഈ ജന്മനക്ഷത്ര കാണിക്ക ശേഖരണം ഒരു പിരിവല്ല, മറിച്ച് ഓരോ വ്യക്തിയും അവൻ്റെ ജന്മദിനത്തിന്, പിറന്നാളിന് അവൻ്റെ തട്ടകത്തെ ക്ഷേത്രത്തിൽ വഴിപാട് സമർപ്പിക്കുന്ന പോലെ നായർ സമുദായങ്ങളുടെ സമുദായ ക്ഷേത്രമായ നായർ സർവീസ് സൊസൈറ്റിയിലേക്ക് കൊടുക്കുന്ന വഴിപാട് തുകയാണ് ജന്മനക്ഷത്ര കാണിക്ക. അത്രയും പരിപാവനമായ ഒരു കർമ്മമാണ്. ഇതിൽ നിന്ന് ശേഖരിക്കുന്ന തുക നായർ സർവീസ് സൊസൈറ്റി സാമൂഹ്യക്ഷേമ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയാണ് വിനിയോഗിക്കുന്നത്. കഴിഞ്ഞ വർഷം പിരിച്ച 2 കോടി രൂപയും അതോടൊപ്പം തന്നെ അത് ചേർത്തുകൊണ്ട് ഏകദേശം 4 കോടി രൂപയുടെ സഹായമാണ് ഓരോ കരയോഗത്തിലെയും സാമ്പത്തികമായി പിന്നോക്കാവസ്ഥയിലുള്ളവർക്ക് ഭവന നിർമ്മാണത്തിനും ചികിത്സാ സഹായമായും വിവാഹ സഹായമായും ഭവന നിർമ്മാണത്തിന് സഹായമായും ഒക്കെ നൽകി വരുന്നത്. അപ്പോൾ നാളത്തെ യോഗത്തിൽ നാളെ ആരംഭിക്കുന്ന ഭാരവാഹി സംഗമത്തിൽ യുഗപ്രഭാവനായ സമുദായാചാര്യൻ മന്നത്താചാര്യൻ്റെ ഛായാചിത്രത്തിന് മുന്നിൽ, ഭദ്രദീപം തെളിയിച്ച ഛായാചിത്രത്തിന് മുന്നിൽ വെച്ച് കരയോഗ ഭാരവാഹികൾ ഭക്തിപൂർവ്വം ജന്മനക്ഷത്ര കാണിക സമർപ്പിക്കുന്നതാണ് നാളെ തുടങ്ങുന്ന ഈ ഭാരവാഹി സംഗമത്തിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം. രണ്ടാമതായി, മന്നത്താചാര്യൻ്റെ വലിയൊരു ആഗ്രഹമാണ് ഓരോ കരയോഗങ്ങളും ആധ്യാത്മികമായി ശക്തിപ്പെടണം. ആദരണീയനായ ജനറൽ സെക്രട്ടറിയുടെ ദീർഘവീക്ഷണത്തോടുകൂടി ഓരോ കരയോഗങ്ങളും തുടങ്ങിയിട്ടുള്ള ആധ്യാത്മിക പഠന കേന്ദ്രങ്ങൾ പാലക്കാടെ സംബന്ധിച്ച് വളരെ നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോവുകയാണ്. കഴിഞ്ഞ 2 വർഷം ജ്ഞാനപ്പാന കരയോഗങ്ങളിൽ ആരംഭിക്കുകയും ജ്ഞാനപ്പാനയുടെ അർത്ഥം കരയോഗാംഗങ്ങൾ, കുട്ടികളടക്കമുള്ള മുതിർന്നവരും കുട്ടികളും അടക്കമുള്ള കരയോഗാംഗങ്ങൾ ആ ജ്ഞാനപ്പാനയുടെ അർത്ഥം മനസ്സിലാക്കിക്കൊണ്ട് മുന്നോട്ട് പോയ കഴിഞ്ഞ 2 വർഷക്കാലം. ഈ വർഷം ലക്ഷ്യമിടുന്നത് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ മാനേജ്മെൻറ്റ് ഗ്രന്ഥങ്ങളിലൊന്നായ, ഏറ്റവും വലിയ മോട്ടിവേഷൻ ഗ്രന്ഥമായ കുരുക്ഷേത്രം യുദ്ധഭൂമിയിൽ ബന്ധുജനങ്ങളെ കണ്ട് ഗാണ്ഡീവം വലിച്ചെറിഞ്ഞ് തീർത്ഥട്ടിലിരുന്ന അർജുനനെ യുദ്ധസന്നദ്ധനാക്കുകയും യുദ്ധവിജയിക്കുകയും ചെയ്തത് ഭഗവാൻ അരുളി ചെയ്ത ഭഗവത്ഗീതയാണ്. ഉപനിഷത്സാരമായ ഗീത അടുത്ത 3 വർഷം കൊണ്ട് കരയോഗത്തിലെ ഓരോ കുടുംബങ്ങളിലും എത്തിച്ചേരുകയും ആ കരയോഗത്തിലെ ഓരോ കുടുംബങ്ങളും ആ ഗീതയുടെ ശ്ലോകവും ഗീതയുടെ അർത്ഥവും പഠിച്ചുകൊണ്ട് സമ്പൂർണ്ണമായി ഗീതാജ്ഞാനം സിദ്ധിച്ചവരായി പാലക്കാട് താലൂക്ക് യൂണിയനിലെ കരയോഗങ്ങൾ മാറണമെന്ന് ലക്ഷ്യമിട്ടുകൊണ്ടുള്ള ഒരു പ്രവർത്തന പദ്ധതിക്ക് മഹാശിവരാത്രി ദിനത്തിൽ ആരംഭിക്കുകയാണ്. മഹാശിവരാത്രി ദിനത്തിൽ ഗീതയുടെ ഓൺലൈൻ ക്ലാസ്സുകൾ ആരംഭിക്കുന്നു. എല്ലാ ആഴ്ചയിലും കരയോഗത്തിലും ഓഫ്ലൈൻ ക്ലാസ്സുകളും ഗീതാ ക്ലാസ്സുകൾ ആരംഭിക്കുകയാണ്. ആധ്യാത്മിക വിഷയങ്ങളിൽ ഏറ്റവും അറിവുള്ള ശ്രീ MA പ്രഭാകരൻ നായരുടെ നേതൃത്വത്തിൽ മഹാശിവരാത്രി നാളിൽ ഉച്ചയ്ക്ക് 2 മണിക്ക് ഗീത ഓൺലൈൻ ക്ലാസ്സിൻ്റെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുകയാണ്. തുടർന്ന് ജൂൺ 29-ാം തീയതി ഗുരുപൂർണിമ ദിനത്തിൽ 3000-ഓളം കുട്ടികളടക്കം 3000-ഓളം സമുദായങ്ങളെ പങ്കെടുപ്പിച്ചുകൊണ്ട് ഗീതാധ്യാന ശ്ലോകവും ഗീതയുടെ 1-ാം അധ്യായം പാരായണവും നടത്തുവാൻ തീരുമാനിച്ചിരിക്കുന്നു. തുടർന്നുള്ള 3 വർഷങ്ങൾ കൊണ്ട് ഗീത സമ്പൂർണ്ണമായി പഠിച്ച് സമ്പൂർണ്ണമായി ഗീതാജ്ഞാനമുള്ള കരയോഗമായി താലൂക്ക് യൂണിയനായി പാലക്കാട് താലൂക്ക് യൂണിയൻ മാറാൻ പോവുകയാണ്. അതിൻ്റെ കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നതിനും നാളത്തെ ഭാരവാഹി സംഗമത്തിൽ തീരുമാനിച്ചിട്ടുണ്ട്. മറ്റൊന്ന്, മെയ് മാസത്തിൽ 9-ാം ക്ലാസ്, 10-ാം ക്ലാസ്, 11-ാം ക്ലാസ്, 12-ാം ക്ലാസ് വിദ്യാർത്ഥികളെ പങ്കെടുപ്പിച്ചുകൊണ്ട് പ്രഭാപതം 2026 എന്ന നാമധേയത്തിൽ 2 ദിവസത്തെ 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 2 ദിവ
അതോടൊപ്പം തന്നെ യുവജനങ്ങൾ ധാരാളമായി ഇന്ന് കരയോഗ പ്രവർത്തനത്തിലേക്ക് കടന്നു വരുന്നൊരു സാഹചര്യമാണ്. ഓരോ കരയോഗത്തിലും വനിതാ സമാജത്തിലും യുവാക്കളുടെ സജീവമായ സാന്നിധ്യമുണ്ട്. പാലക്കാട് താലൂക്ക് യൂണിയനെ സംബന്ധിച്ച് നായർ മഹാസമ്മേളനം തുടങ്ങിയ നടത്തിയ പരിപാടികളിലൊക്കെ യുവജനങ്ങളുടെ വലിയൊരു സാന്നിധ്യമുണ്ട്. ആ യുവജനങ്ങൾക്ക് സംഘടനാ വിഷയങ്ങൾ പറഞ്ഞു കൊടുക്കുവാനും മനസ്സിലാക്കി കൊടുക്കുവാനും യൂത്ത് ലീഡേഴ്സ് മീറ്റ് എന്ന പരിപാടിയും സംഘടിപ്പിക്കാൻ താലൂക്ക് യൂണിയൻ വിഭാവനം ചെയ്തിട്ടുണ്ട്. അങ്ങനെ ജൂൺ മാസം വരെയുള്ള ഈ വർഷത്തെ 6 മാസത്തെ പ്രവർത്തനങ്ങളെക്കുറിച്ച് തീരുമാനങ്ങൾ എടുക്കുന്നതിനും മുൻ പ്രവർത്തനങ്ങളെക്കുറിച്ച് വിലയിരുത്താനും വേണ്ടിയാണ് ഇത് സോൺ ലീഡേഴ്സ് മീറ്റ് നാളെ മുതൽ ആരംഭിക്കുന്നത്. സംഘടനാ സംവിധാനത്തിൽ പാലക്കാട് താലൂക്ക് യൂണിയൻ ഇന്ന് വളരെ സജീവമാണ്. എല്ലാ കരയോഗങ്ങളും വളരെ സജീവമായി പ്രവർത്തിക്കുന്നു. ഈ നടത്താൻ പോകുന്ന 4 മേഖലകളിൽ നടത്താൻ പോകുന്ന സോൺ ലീഡേഴ്സ് മീറ്റും ഭാരവാഹികളുടെ നിറഞ്ഞ സാന്നിധ്യം ഉണ്ടാകുമെന്നുള്ളത് മുൻ വർഷം നടത്തിയ മേഖലാ സമ്മേളനങ്ങൾ തെളിയിച്ചതാണ്. അതുപോലെ തന്നെ സജീവമായി കരയോഗ പ്രവർത്തകർ ഈ പ്രവർത്തനം ഏറ്റെടുത്തിരിക്കുകയാണ്. 6 മാസത്തെ പ്രവർത്തനങ്ങൾ വിലയിരുത്തിക്കൊണ്ട് ശക്തമായി സംഘടനാ സംവിധാനം മുന്നോട്ട് പോകാനാണ് നാളെ മുതൽ ആരംഭിക്കുന്ന സോൺ ലീഡേഴ്സ് മീറ്റ് എന്ന കാര്യം കൂടി ഈ അവസരത്തിൽ പറയാൻ ആഗ്രഹിക്കുന്നു. നന്ദി.